ഇനി മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവ് അനിശ്ചിതത്തിലായതോടെ പുതിയ തന്ത്രവുമായി സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ. അർജന്റീനയുടെ മത്സരം നടന്നാലും ഇല്ലെങ്കിലും സ്റ്റേഡിയം നവീകരിച്ച് വിട്ടു നൽകുമെന്നാണ് ആന്റോ അഗസ്റ്റിന്റെ പുതിയ വാദം. അർജന്റീന ടീം വരുന്നുണ്ടെങ്കിൽ അക്കാര്യം സർക്കാരിനെ അറിയിക്കും. ഇപ്പോൾ ചെയ്യുന്ന നവീകരണം നിർത്താൻ സർക്കാർ ആവശ്യപ്പെട്ടാൽ അതിനും തയ്യാറെന്ന് ആന്റോ അഗസ്റ്റിൻ പറയുന്നു. ഇപ്പം എന്താ സംഭവിച്ചിട്ടുള്ളത്? നിങ്ങൾ ആഘോഷിക്കുന്നത് എങ്ങനെയാ? മെസ്സി വരില്ല എന്ന് പറഞ്ഞിട്ടല്ലേ? അർജന്റീന വരില്ല എന്ന് പറഞ്ഞിട്ടല്ലേ? ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞെന്താ, മാർച്ച് മാസത്തേക്ക് കളി മാറ്റി വെക്കുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്തെ അടുത്ത വിൻഡോയിലേക്ക് കളി മാറ്റി വെക്കുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, നടന്നിട്ടില്ല. ഇല്ല ഇല്ല അതാണ് പറയുന്നത്. അത് അണ്ടർ 17 ആണ്. അല്ല, അത് അണ്ടർ 17 ആണ്. അല്ല, അങ്ങനെയല്ലാന്ന് ഞാൻ പറയുന്നത് അറിയോ? അങ്ങനെയല്ല. 2017 ഫിഫ അണ്ടർ അല്ല, അത് എവിടെയാ നടന്നത്? അത് ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞെന്താ അറിയോ? ഞാൻ പറയും 2022 റൂള് ഏത് ഫിഫ റൂൾ വന്നതിന് ശേഷം നടക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. അത് നിങ്ങൾക്ക് അറിയില്ല, അതിന് എന്നെ കുറ്റം പറഞ്ഞ കാര്യമില്ലല്ലോ. ശരി, അല്ല, അത് അപ്പം അറിയാലോ. ഇപ്പം അറിയുന്നോണ്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ സർക്കാർ സംവിധാനത്തെ ബ്ലെയിം ചെയ്യാൻ ഞാനില്ല, ഒരാളെയും ബ്ലെയിം ചെയ്യാനില്ല. ഞാൻ എന്താ പറയുന്നത്? ഞാൻ റിയാലിറ്റി പറയുന്നുണ്ട്. ആ റിയാലിറ്റിക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം എന്നെ കൊണ്ട് ഒന്നും ചെയ്യാനില്ല. ആണ് അല്ല, സർക്കാർ ഇപ്പം അറിയാലോ. അതുകൊണ്ടാണ് അവർ സഹകരിച്ച് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു തരാമെന്ന് പറയുന്നത്. ഇതിവിടെ ഇങ്ങനെ ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യും. അല്ല, തങ്ങൾ ലെറ്ററോട് തരണം എനിക്ക്. ഏതോ നിങ്ങൾ ഈ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഈ വർക്ക് ഇനി ഇവിടെ കൊണ്ട് നിർത്തിക്കോളൂ. അതാരാണ്? ഇപ്പോൾ MP എഴുതി തന്നാൽ മതി, എനിക്ക് എഴുതി തന്നോളൂ, അല്ലെങ്കിൽ MLA എഴുതി തന്നോളൂ. ഈ വർക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ട, ഇതിവിടെ നിർത്തിക്കോളൂ, ഇനി ഞങ്ങൾ പണിതോളാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിർത്തും. മനസ്സിലായോ? വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ആന്റോ പറയുന്നതനുസരിച്ച് തങ്ങൾക്ക് കേരളത്തിലേക്ക് വരാമെന്ന് അർജന്റീന വ്യക്തമായി തങ്ങളെ അറിയിച്ചിരുന്നു. അതിനുശേഷം അവസാന നിമിഷം കാലം മാറിയെന്നാണ് ആന്റോ അഗസ്റ്റിൻ പറയുന്നത്. ഏതായാലും ഈ കലൂർ സ്റ്റേഡിയം നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്? ഇതിലൊരു വലിയ മലക്കം മറിച്ചിൽ തന്നെയാണ്. കാരണം ആന്റോ അഗസ്റ്റിൻ തുടക്കം മുതൽ പറഞ്ഞ പല കാര്യങ്ങളും മാറ്റി പറയുന്നു. ഇതിൽ ദുരൂഹതകൾ മാറുന്നില്ല. സ്റ്റേഡിയം നവീകരണം 70 കോടി രൂപയ്ക്ക് ആന്റോ അഗസ്റ്റിൻ എടുത്തു എന്നത് സംബന്ധിച്ച് GCD ഒപ്പം തന്നെ ആന്റോ അഗസ്റ്റിൻ തമ്മിൽ എന്ത് ഒത്തുകളിയാണ്, എന്ത് ഡീലാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്നാണ് ഹൈബിയുടെ MP അടക്കം ചോദിക്കുന്നത്. ഇതിൽ നവീകരണ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിനുശേഷവും സ്റ്റേഡിയത്തിന്റെ അവകാശവാദം ഉന്നയിച്ചു എന്ന വിവരമാണ് പുറത്തു വന്നിരുന്നത്. അത് GCDയെ സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ആന്റോ അഗസ്റ്റിൻ പറയുന്നത് താൻ ഒരു തരത്തിലുള്ള അവകാശവാദവും ഉന്നയിക്കാനില്ല, ഇതൊരു സേവനം എന്ന നിലയിലാണ് താൻ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. 70 കോടി രൂപ മുടക്കി കലൂർ സ്റ്റേഡിയം നവീകരിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ അത് തുടരും. അതാരും തടസ്സപ്പെടുത്തിയില്ലെങ്കിൽ, GCDയെ നിർത്തിവെക്കാൻ പറഞ്ഞില്ല എങ്കിൽ, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ MPയോ MLAമാരോ അത്തരം ആവശ്യങ്ങളൊന്നും തന്നെ ഉയർത്തിയില്ല എങ്കിൽ, രേഖാമൂലം ഉയർത്തിയില്ല എങ്കിൽ താൻ പണി തുടരുക തന്നെ ചെയ്യും. അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും. അത് ഫിഫ അംഗീകാരമുള്ള അല്ലെങ്കിൽ ഫിഫ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന വിധത്തിൽ സ്റ്റേഡിയത്തെ മാറ്റുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഏതെങ്കിലും തരത്തിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നെല്ലാമാണ് ആന്റോ അഗസ്റ്റിൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, സ്പോൺസർ മാത്രം അങ്ങനെ കുറ്റം പറയാൻ സാധിക്കില്ലല്ലോ. കായിക മന്ത്രിക്കും ഇതിൽ വലിയൊരു പങ്കില്ലേ? തീർച്ചയായും ഇത് കായിക മന്ത്രിയുടെയും സർക്കാരിന്റെയും അടക്കമുള്ള താല്പര്യങ്ങൾ അറിവോടുകൂടി തന്നെയാണ് ഈ സ്പോൺസർ ഇത്തരം ഒരു നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. കാരണം എങ്ങനെയാണ് ഒരു ടീം, അർജന്റീന ടീം ഇവിടെ വരുമെന്ന് ഉറപ്പ് പോലുമില്ലാതെ, ലയണൽ മെസ്സി എത്തുമെന്ന ഒരു ഉറപ്പ് പോലുമില്ലാതെ ഇത്തരത്തിൽ സ്റ്റേഡിയം കൈമാറിയിരിക്കുന്നത്, മുഴുവൻ ചുമതലകളും കൈമാറിയിരുന്നു എന്ന കാര്യമാണ് ആന്റോ അഗസ്റ്റിൻ പറയുകയും ചെയ്തത്. എന്നാൽ തുടക്കം മുതൽ തന്നെ മന്ത്രിയാണെങ്കിലും ഈ സ്പോൺസർ ആണെങ്കിലും എല്ലാം തന്നെ വലിയ ആത്മവിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു മെസ്സിയെ കൊണ്ടുവരും, മെസ്സി വന്നിരിക്കും എന്നെല്ലാമുള്ള ഉറപ്പുകൾ പല തവണകളിലായി അത് കായിക മന്ത്രിയാണെങ്കിലും ഒപ്പം തന്നെ ഈ സ്പോൺസർ ആണെങ്കിലും എല്ലാം തന്നെ പറയുകയും ചെയ്തു. അങ്ങനെ ഒരു കൃത്യമായ പിന്തുണ സർക്കാർ തലത്തിലും സ്പോർട്സ് മന്ത്രിയുടെ തലത്തിലും എല്ലാം തന്നെ ആന്റോ അഗസ്റ്റിന് ലഭിച്ചു എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ വരില്ല എന്ന് ഉറപ്പായതോടെ, അല്ലെങ്കിൽ അർജന്റീനിയൻ ടീമിന്റെയോ ഫിഫയുടെ നിബന്ധനകളോ പാലിക്കാൻ ഈ സ്റ്റേഡിയത്തിന് കഴിയാതിരിക്കുകയും ടീം എത്തില്ല എന്ന് വ്യക്തമാവുകയും ചെയ്തതോടുകൂടി എല്ലാവരും മലക്കം പറയുന്നു. അത് സ്പോർട്സ് മന്ത്രിയാണെങ്കിലും സ്പോൺസർ ആണെങ്കിലും എല്ലാം തന്നെ പറയുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് മാറ്റത്തിലേക്ക്, അല്ലെങ്കിൽ പറഞ്ഞതെല്ലാം തന്നെ മാറ്റി പറയുന്ന രീതിയിലേക്ക് സ്പോൺസർ എത്തിയിരിക്കുന്നത്. നേരത്തെയുള്ള ചർച്ചകളിൽ GCDയുമായി നടത്തിയിട്ടുള്ള ചില
അനൗദ്യോഗിക ചർച്ചകളിലാണ് ഈ സ്റ്റേഡിയത്തിന്റെ അവകാശവാദം സംബന്ധിച്ച്. അതായത് തുടർന്നുള്ള ചില രാജ്യാന്തര മത്സരങ്ങൾ നടക്കുമ്പോൾ തനിക്ക് തന്നെ അതിനുള്ള അവകാശം നൽകണം, അതിന്റെ ചുമതല തന്നെ ഏൽപ്പിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്പോൺസർ GCDക്ക് നൽകിയ ഒരു പ്രധാനമായും GCDക്ക് മുന്നിൽ വെച്ചൊരു ആവശ്യം എന്ന് പറയുന്നത്. എന്നാൽ അത് GCD അംഗീകരിച്ചില്ല എന്നും GCD തള്ളി എന്നും ഇത്തരത്തിലുള്ളൊരു അവകാശവാദം ഈ സ്പോൺസറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നും K ചന്ദ്രൻപിള്ള GCD ചെയർമാൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അവിടെയാണ് ഏറ്റവും ഒടുവിൽ ഒരു വ്യക്തത വരുത്താൻ എന്നും വിശദീകരണം എന്നും പറഞ്ഞുകൊണ്ട് ഈ സ്പോൺസർ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. ആ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിക്കൊണ്ട് സ്പോൺസർ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് താൻ പറഞ്ഞിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ നവംബർ 30 സമയപരിധിക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി നൽകും. അതിനുശേഷം തനിക്ക് ഒരു അവകാശവാദവും സ്റ്റേഡിയത്തിൽ താൻ ഉയർത്തില്ല എന്നാണ്. എന്നാൽ എറണാകുളം നഗരത്തിലെ MLA-മാരും എറണാകുളത്തെ MP ഹൈബി ഈഡനും അടക്കം ഇക്കാര്യത്തിൽ ദുരൂഹത ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ന് ഹൈബി ഈഡൻ MPയും ഒപ്പം തന്നെ 2 MLA-മാരും ഉമാ തോമസും TJ വിനോദും അവിടെ സന്ദർശിക്കുകയും അവർ ആരോപണങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ഇതിൽ അടിമുടി ദുരൂഹതകളാണ് നേടിയിരിക്കുന്നത്. GCDയുമായുള്ള ഇടപാടുകളിൽ സ്റ്റേഡിയം നവീകരണം ഇങ്ങനെയൊരു സ്പോൺസർ ഏറ്റെടുത്തതിൽ സാധാരണ നിലയിൽ ഇങ്ങനെയുള്ള വലിയ കരാറുകൾ നൽകുമ്പോൾ മറ്റു പല ആളുകളിൽ നിന്നും കരാറുമായി ബന്ധപ്പെട്ട് കൊട്ടേഷനുകൾ സ്വീകരിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായി നിർമ്മാണം നടത്താമെന്ന് ഉറപ്പുള്ള ആളുകളെയാണ് ഇക്കാര്യങ്ങൾ ഏൽപ്പിക്കുക. ഇവിടെ യാതൊരു തരത്തിലുള്ള മുൻപരിചയവും ആന്റോ അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മാത്രമല്ല ഈ ആന്റോ അഗസ്റ്റിന് വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി കൊടുക്കുന്ന നിർമ്മാണ കമ്പനിയെ സംബന്ധിച്ച് ഇത്തരത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് അവർക്ക് ഫിഫ റാങ്കിങ്ങിൽ ഒരു സ്റ്റേഡിയം മാറ്റി നിർമ്മിക്കാനുള്ള എന്ത് യോഗ്യതയാണ്, എന്ത് മാനദണ്ഡങ്ങളാണ് അവർ പാലിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ യാതൊരു വ്യക്തതയുമില്ല. അങ്ങനെ അടിമുടി ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമായി തന്നെ ഈ അർജന്റീനിയൻ ടീമിന്റെ വരവും മെസ്സിയുടെ വരവും എല്ലാം തന്നെ മാറുന്നു. ഒപ്പം തന്നെ ഇപ്പോഴും നിർത്താതെ അതുമായി ബന്ധപ്പെട്ട നവീകരണ പ്രവർത്തനങ്ങൾ കല്ലൂർ സ്റ്റേഡിയത്തിൽ തുടരുകയാണ്. ആരാണ് ഇതിന് രേഖാമൂലം അനുമതി നൽകിയത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. ഉമാ തോമസ് തന്നെ പറഞ്ഞത് തനിക്കൊരു അപകടം പറ്റിയപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല, അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരും തന്നെ തയ്യാറായിരുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരം ആളുകളെ ഏൽപ്പിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ അപകടങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ അതിന് ആര് മറുപടി പറയും? ചെറുതും വലുതുമായ അപകടങ്ങൾക്കുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. സ്വാഭാവികമായും അത്തരത്തിൽ ഉണ്ടാവുമ്പോൾ ആര് മറുപടി നൽകും? എല്ലാവരും കൈയൊഴിയുന്ന ഒരു സ്ഥിതിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത് എന്നടക്കമുള്ള ആരോപണങ്ങൾ അവർ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഒരു വിവാദമായി തന്നെ നിൽക്കുകയാണ് ഈ കലൂർ സ്റ്റേഡിയം നവീകരണം. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.